ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744112205. തൃശൂർ ജില്ലയിലെ മികച്ച കർഷകരിൽ ഒരാളാണ് വേലൂർ സ്വദേശി ദിലീപ്. പപ്പായ കൃഷിയാണ് ദിലീപിന്റെ തോട്ടത്തിലെ ഇത്തവണത്തെ ഹൈലൈറ്റ്. വിളവിലെ വൈവിധ്യവും നഷ്ടമില്ലാത്ത കൃഷിരീതികളുമാണ് ദിലീപ് എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. വിവിധ വിളകൾ നിറഞ്ഞ ദിലീപിന്റെ കൃഷിത്തോട്ടത്തിൽ ഇപ്പോൾ പപ്പായ കൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. കിരാലൂരിലെ പെരുമ്പിള്ളിപ്പാട്ട് ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ കൃഷിയിടത്തിൽ മറ്റു വിളകൾക്കൊപ്പമാണ് പപ്പായ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് പപ്പായ കൃഷി ചെയ്തത്. റെഡ് ലേഡി വിഭാഗത്തിലെ ചെടികളാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. പെരുമ്പള്ളിശ്ശേരി ഫൈസൽ ഖാൻ്റെ സ്ഥലമാണിത്. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ കൃഷി തുടങ്ങി ഒരു വർഷമാവുന്നു ഇതിൽ തുടങ്ങിയിട്ട്. വാഴ അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. പച്ചക്കറികൾ, തെങ്ങ്, കഴുങ്ങ് എന്ന് പറഞ്ഞ പോലെ എല്ലാ കൃഷികളും അത് അവരാണ്. ബാക്കിയുള്ള പച്ചക്കറികൾ നമ്മളാണ് ചെയ്യുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള പപ്പായാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. 6 മാസം കൊണ്ട് ഇപ്പോൾ ഒരടി ഉയരാകുമ്പോഴേക്കും ഇത് കായ്ച്ചു തുടങ്ങി. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് വിജയിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ ഇതിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടും ആൾക്കാർ മേടിക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെ എക്കോ ഷോപ്പിൽ, അതേപോലെ ആഴ്ച ചന്തയിൽ അങ്ങനെയുള്ളതിൽ കൊടുത്തു പോരുന്നുണ്ട്. നല്ല രീതിയിൽ ഇതായി വരുന്നു. 6 മാസം മുൻപാണ് തൈ നട്ടത്. ഏകദേശം 5 അടിയോളം ഉയരം വരുന്ന ചെടിയിൽ 1 അടിയോളം ഉയരം മുതൽ കായ്ച്ചു തുടങ്ങും. തികച്ചും ജൈവ കൃഷിരീതിയാണ് ചെയ്യുന്നത്. ചാണകപ്പൊടി, കടല, വേപ്പിൻ പിണ്ണാക്കുകൾ, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ജലനഷ്ടം കുറയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ചെയ്തിരിക്കുന്നത്. 300 കിലോയോളം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. VCV ന്യൂസ്, വേലൂർ. You are watching VCV News.